എത്തിക്സ് ഡെവലപ്പ് ചെയ്യാത്ത AI പോലെ ടെക്നോളജി കൊണ്ടുവന്ന കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, സിനിമയിൽ എസ്തെറ്റിക്സ് മാത്രമാണോ എത്തിക്സിന്റെ ആവശ്യവും? മൂന്നാമത്തെ ചോദ്യം, ഐൻസ്റ്റീനെ പോലെയല്ല എഐക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റും? കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ദേശാഭിമാനി പത്രം കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ സത്യത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യയോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അനുഗുണമായിട്ടായിരിക്കും അത് വെക്കുന്നത്. പിന്നെ സന്തോഷ് വർക്കി ചോദിച്ച പോലെ ഇത് എത്തിക്സ്, അതിപ്പോ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്. ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഒരു കത്തി വന്നാൽ, ഒരു നൈഫ്, അത് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനും, വേറെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ഒരാളെ കുത്തിക്കൊല്ലാനും ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു എത്തിക്സ്, അത് ആ മനുഷ്യൻ്റെതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മളെ വരുന്ന സാങ്കേതികത്വത്തെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഈ നിർമ്മിത ബുദ്ധി, നമ്മുടെ മനുഷ്യർ ആർജിച്ച മുഴുവൻ അറിവുകളും സമാഹരിച്ചു വെച്ചിരിക്കുന്നു. അത് അനാലിസ് ചെയ്യുന്നു, നമ്മൾക്ക് അതിന്റെ റിസൾട്ട് തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആർജിച്ചതെന്ന് പറയുമ്പോൾ അത് പല രീതിയിലായിരിക്കും മനുഷ്യര് ചിന്തിക്കുന്നതും ഒക്കെ. പക്ഷെ മനുഷ്യന്റെ വികാരങ്ങളും ഒന്നും ഇതിൽ പ്രതിഫലിക്കില്ല. പ്രൊമോട്ട് ചെയ്ത മനുഷ്യനെ ഓവർകം ചെയ്യുന്ന നെഗറ്റീവായിട്ട് മാറും. ഇല്ല, മനുഷ്യനെ ഒരിക്കലും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഒരു പൗര, സോഫിയ എന്ന് പറഞ്ഞ പൗരയുണ്ട്. അവര് ഒരിക്കലും മനുഷ്യ സമൂഹത്തെ പോലെ ആകാൻ കഴിയില്ല. കാരണം ആഗ്രഹമുണ്ട് അവർക്ക്, അങ്ങനെ ആകാൻ കഴിയില്ലെന്ന് വ്യക്തമായി നമുക്കറിയാമല്ലോ. അല്ല, ഐൻസ്റ്റീനെ പോലെ ഒന്നും ക്രിയേറ്റീവ് ആവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയില്ല. കാരണം ഐൻസ്റ്റീന്റെ അറിവും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ മുകളിലുള്ള പുതിയ ജ്ഞാനങ്ങൾ നേടാനായിട്ട് മനുഷ്യൻ തന്നെയാണ് വേണ്ടി വരുന്നത്. ആ നേടിയ അറിവുകൾ നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. മനുഷ്യ സമൂഹം നേടിയ അറിവുകൾ, ഉദാഹരണമായിട്ട് സന്തോഷ് വർക്കി ഞാനും സംസാരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ മനുഷ്യ സമൂഹം നേടിയതാണ്. പക്ഷെ സന്തോഷ് വർക്കിക്കും എനിക്കും ഇത് അറിയില്ല. ഞാൻ പറഞ്ഞപ്പോ അവർ മനസ്സിലായില്ലേ? നമ്മൾക്ക് രണ്ടുപേർക്കും ഇത് അറിയില്ല. പക്ഷെ ഇത് മനുഷ്യ സമൂഹം നേടിയ ഈ ജ്ഞാനം മറ്റുള്ളവർക്കും കൂടി പെട്ടെന്ന് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. എയ്റോപ്ലെയിൻ ഉണ്ടാക്കാനായിട്ട് സന്തോഷ് വർക്കിക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഈ സാങ്കേതിക വിദ്യയിൽ ഇതെല്ലാം ലഭ്യമാണ്. മനുഷ്യ സമൂഹം നേടിയ എല്ലാ വിജ്ഞാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ട സംഭവത്തിൽ നിന്ന് നമുക്കത് ആർജിച്ചെടുക്കാൻ കഴിയും. അത് മാത്രമാണ്. അല്ലാതെ ഐൻസ്റ്റീന്റെ ജ്ഞാനമോ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടന്റെ അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക പീരീഡിലുണ്ടായ ഒരു ജ്ഞാനമോ, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മറ്റേ കരുണയോ സ്നേഹമോ അല്ലെങ്കിൽ ആ ജ്ഞാനമോ, ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയതായിട്ട് ഉണ്ടാക്കില്ല. പക്ഷെ അതെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിയും. ലാസ്റ്റ് ചോദ്യം, സിനിമയിൽ എസ്തെറ്റിക്സ് മാത്രം മതിയോ അല്ലെങ്കിൽ എത്തിക്സ് ആവശ്യമുണ്ടോ? അല്ല, അത് ആ സിനിമ സംവിധായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് വളരെ ലക്ഷ്യബോധമില്ലാന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന ജീവിതം നയിച്ചൊരു സിനിമാക്കാരനായിരുന്നു ജോൺ എബ്രഹാം. 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചിത്രീകരിച്ച ആ സിനിമ ഇപ്പോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലില് അദ്ദേഹത്തിന് ആദരവോടെ കഴിഞ്ഞ ദിവസമാണ് പ്രദർശിപ്പിച്ചത്. അപ്പൊ അമ്മ അറിയാനെന്ന് പറഞ്ഞ സിനിമ ഈ ബക്കറ്റിലൊക്കെ പിരിവൊക്കെ എടുത്തിട്ടൊക്കെയാണ് ആ സിനിമ മറ്റേ അദ്ദേഹം ഒഡേസ മൂവീസ് നിർമ്മിക്കുന്നത്. പക്ഷെ അത് കേരളത്തിലെ പല വേദികളിലും ജനങ്ങൾ സിനിമ പിടിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയായിരുന്നത്. അതിലൂടെ കടന്നു വന്ന പല ആൾക്കാരും, ഇപ്പൊ ജോയ് മാത്യു ആയിരുന്ന നായകൻ, ബിനപ്പോൾ ആ സിനിമയുടെ എഡിറ്റർ ആയിരുന്നു, വേണു ആ സിനിമയുടെ ക്യാമറമാൻ ആയിരുന്നു. അത് അന്ന് ആ സിനിമ പിടിക്കുമ്പോൾ കളർ ചിത്രങ്ങൾ ഇറങ്ങുന്ന കാലത്ത് 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ആ സിനിമ ചിത്രീകരിച്ചത്.
5 ലക്ഷം രൂപ അവര് കളക്ട് ചെയ്തിട്ട് ആണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പൊ അതൊന്നും അപ്പൊ എസ്തെറ്റിക്സ്, ആ സിനിമയുടെ എസ്തെറ്റിക്സ് അത് തീരുമാനിക്കുന്ന ആ സിനിമാകാരൻ തന്നെയാണ് അത്. അപ്പൊ അത് അവരുടെ ചോയ്സ് ആയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ ഡാൻസ് 2 എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറെ കൂടെ അഡ്വാൻസ് പ്രോഗ്രാംസ് ആണ്. പക്ഷെ അതിൽ പല പ്രോഗ്രാംസും നമ്മളെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾക്ക് അതിലൂടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ചില പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവർ എഗ്രിമെന്റ് കാണുന്നില്ല. ആ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോളിസി വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അഡൾട്ട് ആകാത്ത ആളുകളെ പല മോഡൽസും ഉപയോഗിക്കാൻ കഴിയില്ല. കുട്ടികളെ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താരങ്ങള് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ഓൺ പ്രൊഡക്ഷനില് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അവർക്ക് അധ്വാന ഭാരം കുറക്കാൻ കഴിയും സിനിമ കൊണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇനി വരാൻ പോകുന്ന കാലങ്ങളില് ഇപ്പോ ഷാജു ആലപ്പനും ഡോക്ടർ അനശ്വരയും ഒക്കെ അഭിനയിച്ചു, അല്ലെങ്കിൽ ജലീൽ ബാദഷ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. അപ്പൊ ആ ഒരു മാർക്കറ്റ് വാല്യൂ അവർക്കുള്ളിടത്തോളം സിനിമയില് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിലിപ്പോ സന്തോഷ് വർക്കി നായകനായിട്ട് ഒരു പടം വരുന്നു. സന്തോഷ് വർക്കി എല്ലാവർക്കും അറിയാം, കുറെ ആളുള്ള സിനിമ കാണും. അപ്പൊ ഒരു സെലിബ്രിറ്റി ഇല്ലാത്ത ഏതെങ്കിലും മേഖലയില് സഞ്ജു സാംസൺ സിനിമ വരുന്നു, അങ്ങനെയൊക്കെ വരാം. പ്രത്യേകിച്ച് അല്ലാതെ പുറത്തുനിന്ന് ഒരു പുതിയൊരു താരത്തിന്റെ ഉദയം അത് ഈ വരുന്ന കാലങ്ങളില് അതിനൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ടെക്നോളജി എന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളിപ്പോ പടം സെൻസറിങ് ഒക്കെ എല്ലാം ചെയ്തു. അപ്പോ അത് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക. നിങ്ങളാണ് പിന്നെ അത് ജനങ്ങളിലേക്ക് തരുന്നത്. നമ്മളിപ്പോ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. മീഡിയ എന്ന് പറഞ്ഞൊരു ഇത് ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ എല്ലാവരിലും എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ന്യൂസിനെ എല്ലാവരും എത്തിക്കുക. പിന്നെ ഗവൺമെന്റ് റെക്കോർഡിക്കലി നമ്മൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യലി ഒരു ഇത് തന്നെയാണ്. ശരിക്കും ഒരു എന്താ പറയാ, നമ്മള് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു സംഭവം തന്നെയാണ് സെൻസറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ എന്നൊക്കെ പറയുന്നത്.